ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും വിജയഡയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ലേമൂർ ബീച്ചിലാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോയത് തൃപ്പരപ്പായിരുന്നു. തൃപ്പരപ്പിൽ നിന്ന് ഏകദേശം ഒരു 32 കിലോമീറ്റർ ഉണ്ടായിരുന്നു ലേമൂർ ബീച്ചിലോട്ട്. ഇപ്പോൾ നമ്മൾ ലേമൂർ ബീച്ചിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് കയറാൻ പോവുകയാണ്. ചെറിയൊരു മഴയുണ്ട്. അപ്പോൾ എന്തായാലും മഴ ഒന്ന് മാറി നിൽക്കണം, അങ്ങോട്ടോടെയും മാറി നിന്നിട്ട് പതുക്കെ അങ്ങോട്ട് ബീച്ചിലോട്ട് പോവാം. ലെമൂർ ബീച്ചിൻ്റെ എൻട്രൻസിലോട്ട് കയറി കഴിയുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പേര് 1000 കാൽ പൊഴിമുഖം എന്നാണ്. നമ്മൾ വന്ന ടൈമിൽ അത്യാവശ്യം നല്ലൊരു മഴ പെയ്തായിരുന്നു. അപ്പോൾ ഈ മഴയത്ത് നമ്മൾ കയറി നിന്നത് ഈ അമ്പലത്തിൻ്റെ സൈഡിലോട്ടാണ് കയറി നിന്നത്. കുറച്ച് പേര് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ വന്നവർ നിൽപ്പുണ്ടായിരുന്നു. നമ്മളവിടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാറ് പാർക്ക് ചെയ്യുന്നതിന് 30 രൂപയാണ് അവിടെ ചാർജ് ചെയ്യുന്നത്. ഇത് ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. നമ്മുടെ ഈ ബീച്ചിലോട്ട് വരാനുള്ള വഴി എന്ന് പറയുന്നത്, നമ്മുടെ ട്രെയിനിലൊക്കെയാണ് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു 13 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു ബീച്ചിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. ഈ ഒരു ബീച്ചിൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ടൊരു ബസ് അവൈലബിൾ ആണ്. അവിടെ അണ്ണ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബസ് സ്റ്റാൻഡുണ്ട്. ആ ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗണപതിപുരം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുള്ള ബസ് കിട്ടും. ഈ ഗണപതിപുരം ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനകത്താണ് നമുക്ക് ഈ ഒരു ബീച്ചിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറയുന്നത്. ഈ ഒരു ബീച്ചിൻ്റെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലൊക്കെ കാറ്റാടി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ ഒരു ഭംഗിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ളൊരു ബീച്ചാണ്. ഈ ഒരു മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് അഴുക്കൊക്കെ വന്ന് കിടപ്പുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ കുറേ വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ വീഡിയോസിലൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ബീച്ചായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ വന്ന ദിവസം എന്ന് പറയുന്ന ഒരു വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്ക് വളരെ കുറവാണ്. പിന്നെ മഴയുടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ ലെമൂർ ബീച്ചിൽ ഇരിക്കുന്ന ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത് 1000 കാൽ പൊഴിമുഖം എന്നാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ലെമൂർ ബീച്ചിൽ നിന്ന് കന്യാകുമാരിയിലോട്ട് ഏകദേശം 26 കിലോമീറ്ററാണ് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. കടൽ കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ കടലിലും വെള്ളം കരയിലും വെള്ളം എന്ന് പറഞ്ഞ അവസ്ഥയാണിപ്പോൾ. എന്താണ് നിന്റെ അവസ്ഥ? അതുവഴി വീട്ടിൽ പോയാൽ മതി. അതുവഴി വീട്ടിൽ പോയാൽ മതിയായിരുന്നതാണ് അതിൽ പറയണത്. ഓ നല്ല കിടിലം മഴ, അടിപൊളി. അങ്ങനെ മഴയെ പേടിച്ച് ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ഈ ഒരു അമ്പലത്തിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു ചേട്ടനെ കാണാൻ പറ്റി. പുള്ളിക്കാരൻ മഴ നന്നായിട്ടൊന്ന് ആസ്വദിക്കുകയാണ്. മനുഷ്യന്മാർ മാത്രമല്ല കേട്ടോ, ഇവിടെ കുറച്ച് ആടുകൾ ഇവിടെ നിൽപ്പുണ്ട് മഴയത്ത് കയറി. അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി. മഴ എന്തായാലും മാറുന്ന ലക്ഷണമില്ലാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നൈസായിട്ട് പോയേക്കാം. നമ്മൾ ലേമൂർ ബീച്ചിൽ നിന്ന് ഇറങ്ങി കാറിലോട്ട് കയറി. അത്യാവശ്യം നല്ല മഴയായിരുന്നു. മൊത്തം നനഞ്ഞ് കുളിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വലുതായിട്ട് ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ ആക്കി എന്തായാലും അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് നേരെ നെടുമങ്ങാട് അതുവഴി അഖില് വീട്ടിൽ പോകും. അതുവഴി നേരെ വട്ടപ്പാറ വഴി കല്ലയത്തോട്ട് പോകും. എന്നെ നെടുമങ്ങാട് ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.